ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി കൊല്ലത്തുള്ള ജഡായി അർത്ത് സെന്റർ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കുന്നതാണ്, ഇപ്പോഴാണ് അതിനൊരു ഗ്യാപ്പ് കിട്ടും. ഇവിടെ വന്നു, ടിക്കറ്റ് എടുത്തു, ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു. ഒരാൾക്ക് ടിക്കറ്റിന് റേറ്റ് വന്നിട്ട് 555 രൂപയാണ്. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഡിജിറ്റൽ പേയ്മെന്റ് ആണ്, ക്യാഷ് ആയിട്ടൊന്നും എടുക്കില്ല. പിന്നെ അത്യാവശ്യം നല്ല റോപ്പ് ആണ് ഇവിടെ ഉള്ളത്. റോപ്പ് അല്ലാതെ നിങ്ങൾക്ക് മുകളിലേക്ക് നടന്നും പോവാം. വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, താഴ്ത്തുന്ന ആൾക്കാർ നടന്നു വരുന്നൊരു റൂട്ട് ഉണ്ട് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ വന്നത് മൺഡേ ആണ്. മൺഡേ വന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിരക്ക് കുറവായിരിക്കും, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിം ഉണ്ടാവും, നല്ല തരത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴയുടെ ഒരു ക്ലൗഡ് ഉള്ളതുകൊണ്ട് മുകളിലേക്ക് അധികം വെയിലുണ്ടായിരുന്നില്ല ഞാൻ അവിടെ മുകളിലെത്തിയ സമയത്ത്. പിന്നെ ഫസ്റ്റത്തെ ഒരു റോപ്പ് വേ തന്നെ വന്നുകൊണ്ട് അധികം ആൾക്കാർ മുകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ഒക്കെ ആണെങ്കിലും വളരെ നൈസ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ വെച്ചിട്ടുള്ള ഒരു പച്ചപ്പും ഇതൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഇവിടെ ഒരു കാംഫുൾ ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു അമ്പലം കൂടി ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ എല്ലാവരും വളരെ നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക, കാരണം ഇവിടെ ടൈം പോകും തോറും വെയിലും ക്രൗഡും കൂടുന്നുണ്ട്. പിന്നെ പുറത്തൊരു ചെറിയ ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ഇവന്റും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇതിന്റെ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ചെറുകറ്റ് വീണ എടുക്കുന്ന ജഡായുവിന്റെ എക്സ്പ്രഷൻ വരെ അവരെ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നല്ല രസമുണ്ട് കാണാൻ. സ്ട്രക്ചറിന്റെ പ്രൊപ്പോർഷനും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡീറ്റെയിലും വളരെ ഭംഗിയാണ് ഒക്കെ കാണാൻ. പിന്നെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1999 ഗവൺമെന്റ് പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ഭാഗമായിട്ട് അന്നത്തെ കളക്ടർ തുടങ്ങിയ ഒരു ചെറിയൊരു പ്രൊജക്റ്റാണിത്. അത് 2004 ഗവൺമെന്റ് പ്രോപ്പർട്ടി ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറി. 2005 ജഡായിപ്പാറ ടൂറിസം പ്രൊജക്ട് ഇനാഗ്രേഷൻ ചെയ്യുകയും ചെയ്തു. 2006 വിദഗ്ധ കമ്മിറ്റി വെച്ചു. അതിന് ഒരു ശില്പിനെ അവർ കണ്ടുപിടിച്ചു. അത് രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ബ്ലൂ ഫിലിമൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആള്. അപ്പൊ ആളുടെ തന്നെ ഗുരുചന്ദ്രിക ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണിത് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടൊക്കെ. പിന്നെ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പുറത്തുനിന്നും, അതായത് പ്രവാസികളും അതുപോലെ ബിസിനസ് ആൾക്കാരും കുറെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിന് നടത്തിയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു 80 തിയേറ്ററും ഒരു മ്യൂസിയം ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഓപ്പൺ അല്ല, അതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഓൺഗോയിങ് ആയിട്ട് അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ. പിന്നെ അതിന്റെ മുകളിൽ ഒരു രാമന്റെ അമ്പലവും ഉണ്ട്. അപ്പോ നേരത്തെ വൃത്തിക്ക് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലൊക്കെ നല്ലോണം കൂടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴത്തേക്ക് തന്നെ ഇറങ്ങാൻ വിചാരിച്ചു. വെയിൽ മാത്രമല്ല, ആൾക്കാരെ എണ്ണവും കൂടുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ ഇറങ്ങിയത് റോപ്പ് വേയിൽ തന്നെയായിരുന്നു. ഞാൻ നടന്നിറങ്ങിയിട്ടില്ല. പിന്നെ മഴ പെയ്തുകൊണ്ട് ആ സറൗണ്ടിങ്സ് ഏരിയയും കാര്യങ്ങളൊക്കെ നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട്. അതായത് കുറച്ച് ഉയരത്തിൽ തന്നെയാണ് ഇതിന്റെ സ്കൾപ്ചർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈറ്റ് ഫീൽ ചെയ്യും ഈ റോപ്പ് വേയിൽ പോണ സമയത്ത്. പിന്നെ തിരിച്ചിറങ്ങണ സമയത്ത് ഒരുപാട് ആൾക്കാർ മുകളിലേക്ക് പോകുന്നുമുണ്ട്. താഴത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോഞ്ചും അതുപോലെ ഒരുപാട് ഷോപ്പും കാണാം. അപ്പോൾ ഷോപ്പിൽ നിന്ന് പർച്ചേസും ചെയ്യാം. പിന്നെ ലോഞ്ചിൽ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കുകയും ചെയ്യാം. പിന്നെ അതൊക്കെ ഒരു പ്രീമിയം സെറ്റപ്പിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ആക്ടിവിറ്റി ഗെയിംസും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാവിഗേഷൻ ഭയങ്കര ഈസിയാണ്. അത് ഒരുപാട് ബോർഡുകളുണ്ട്, ആരുടെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വൃത്തിയാണെങ്കിലും നല്ല നീറ്റിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്ലാസിക് ഫീൽ തന്നെ അവർ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ലാൻഡ്സ്കേപ്പും ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അത് മൺസൂൺ സീസണിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ശരിക്കും ജഡായിപ്പാറ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നേരെ അടുത്ത് വീട് പിടിക്കാൻ നോക്കട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത ബ്ലോഗുമായിട്ട് വരാം.